തനിയെ തേങ്ങുന്നിതാ. നല്ലൊരു ചാൻസ് ഒത്തു വന്നോന്ന് ഞാൻ വിചാരിച്ചതാ, ഒന്നും നടന്നില്ലേ. സാരിയുടെ കാര്യം മാഡം വിളിച്ചു പറഞ്ഞപ്പോ ഞാനും സന്തോഷിച്ചതാ. വെറുതെ മനീഷിനൊരു അടി കിട്ടാൻ കാത്തിരിക്കല്ലേ മഹേഷ്? സംശയം എന്താ? കടയിൽ നിന്ന് സാരി കെട്ടെന്ന് ഞാൻ ചിലരോട് പറയുകയും ചെയ്തു. അപ്പോഴേക്കും പബ്ലിസിറ്റി കൊടുക്കാൻ പോയോ? അതിനി പൊല്ലാപ്പാവുമല്ലോ. ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ മഹേഷേ? മനീഷിന്റെ പേരല്ല ഞാൻ എടുത്തു പറഞ്ഞത്. നന്ദനയുടെ ആങ്ങളപ്പയ്യൻ മോഷണം നടത്തിയെന്നാ പറഞ്ഞത്. ടെക്സ്റ്റൈൽസിന്റെ മാനേജർ ഞാനാണല്ലോ. സാരി നഷ്ടപ്പെട്ട കാര്യം എനിക്കറിയാൻ പറ്റുമല്ലോ. എങ്കിൽ എന്തുകൊണ്ട് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം വരും. അത് മാനേജർ എന്ന നിലയ്ക്ക് ഇയാൾക്ക് ദോഷമാവും. അപ്പൊ ഞാൻ അടുത്ത നമ്പർ എടുക്കും. അതെന്താ? നന്ദനയോട് സംഗതി സൂചിപ്പിച്ചതാണ്. അനിയന്റെ കേസായതുകൊണ്ട് അവരാദ്യം അനങ്ങിയില്ലെന്നൊരു കാച്ചും. ആ, പിന്നീട് പിടിക്കപ്പെടുമെന്നായപ്പോ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ഒത്തുകളി കളിച്ചു. അത് കൊള്ളാം. മഹേഷിന് ഐഡിയ ഉണ്ട്. മാഡത്തിന്റെ കൂടെയല്ലേ സഹകരിക്കുന്നത്? ഒരു കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞതാ. പക്ഷേ എനിക്ക് ഈ സാരി സംഭവം പൂർണ്ണമായും ദഹിച്ചിട്ടില്ല. കാരണം മനീഷാണ് പാർട്ടി. അവനങ്ങനെ പെട്ടെന്ന് നന്നാവുന്ന ടൈപ്പ് അല്ല. പണം കണ്ടാൽ കൈതരിക്കും. വേണ്ടി വന്ന നന്ദനയെ തട്ടിക്കളയാവുന്ന വരെ പറഞ്ഞിട്ടുണ്ട്. അധികം അങ്ങ് പുണ്യാളനാവാൻ നോക്കിയാ ആ പറഞ്ഞത് റെക്കോർഡ് ചെയ്തത് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ 4 പേരെ കേൾപ്പിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട് മാഡം. കാർത്തിക മാഡത്തിന്റെ ചില പ്രസ്താവനകള് അയാളും റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അതൊരു തടസ്സമാ. അന്നേ അത് വാങ്ങി ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഉദയൻ സാറിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് മനീഷിനെ ഒറ്റപ്പെടുത്താൻ ചിലപ്പോ പറ്റിയേക്കും. അതെങ്ങനെയാ? ഉദയൻ സാറിന്റെ വിശ്വാസവും ശ്വാസവും എല്ലാം നന്ദനയിൽ സമർപ്പിച്ചിരിക്കല്ലേ. പറഞ്ഞു വരുമ്പോ എല്ലാം നമുക്കെതിരാ. ചുരുക്കി പറഞ്ഞ എനിക്ക് ഈ ജന്മത്തിലൊരു പ്രമോഷൻ കിട്ടില്ലെന്ന് ഉറപ്പായി. ആര് പറഞ്ഞു? വീട്ടിലിരിക്കുന്ന എന്നേക്കാൾ കടയിലിരിക്കുന്ന മഹേഷിന് പലതും ചെയ്യാൻ അവസരം കിട്ടും. ചാൻസ് എപ്പോഴാ ഒത്തുവരുന്നേന്ന് നോക്കിയിരിക്കണം. പൂട്ടാൻ പറ്റുന്നിടത്തിട്ട് മനീഷിനെ പൂട്ടണം. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് അത് അവന്റെ തലയിൽ ചാരണം. ഉദയേട്ടൻ മനീഷിനെ വെറുക്കണം. നന്ദനയുടെ പേരും കൂട്ടത്തിൽ ചീത്തയാവണം. ഞാൻ ശ്രമിക്കാം. ആത്മാർത്ഥമായി ശ്രമിക്ക്. അവസരം വീണ് കിട്ടിയില്ലെങ്കിൽ അവസരം ഉണ്ടാക്കണം മഹേഷ്. ആങ്ങളച്ചെറുക്കൻ മാത്രമല്ല, പെങ്ങളും നമ്മുടെ ടാർജറ്റാണെന്ന് ഓർത്തോണം. രണ്ടിനെയും തകർക്കണം. മനീഷിനെ പുകച്ച് പുറത്ത് ചാടിച്ചാൽ ആ ക്രെഡിറ്റിന്റെ പേരിൽ മഹേഷിന് എല്ലാ ചുമതലകളും ഉള്ള മാനേജരാവാം. ഞാൻ മഹേഷിനെ ജനറൽ മാനേജരാക്കാം. ധൈര്യമായിട്ട് ചെല്ലു മഹേഷേ, ഞാനല്ലേ പറയുന്നത്. നിന്നെ പ്രസവിച്ച ഞാനല്ല. പിന്നെ ആരാ എന്റെ അമ്മ? നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യ. അവരാ നിന്റെ അമ്മ. അച്ഛന്റെ കൂടുതൽ അറിയണമെങ്കിലേ അങ്ങേരോട് പോയി ചോദിക്കേ. അധികം അറിയാനൊന്നുമില്ല. ആ സ്ത്രീ ഇപ്പോഴില്ല. ചത്ത് മണ്ണടിഞ്ഞു പോയി. നിന്റെ ജാതക ഗുണം വല്ലവളുടെ സന്തതിയെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല. എങ്ങോട്ടും പോകരുത്. ഓടി ഇറങ്ങാൻ. ഇറങ്ങടി. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടി. ഇറങ്ങി ഓടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മക്കളാ വലുത്. വല്ലവളുമാരും പെറ്റിട്ട് പോയ പെണ്ണിന്റെ കാര്യത്തിൽ
എനിക്കെന്താ ഇത്ര ഉത്തരവാദിത്വം? അവൾ ആരാ എന്റെ? സുമിത്രേ, അമ്മേ അമ്മേ എന്തു പറ്റി? സുഖമില്ല അമ്മേ? ഒന്നുമില്ല. ഞാൻ ഓർക്കുമായിരുന്നു, നന്ദനെ കുറച്ചൊന്നുമല്ല ഉപദ്രവിച്ചിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ ജോലികളും അവൾ ചെയ്യുമായിരുന്നു. അന്ന് ഇതുപോലെ ഒന്നുമല്ല. 3 പശുവും അതിന്റെ കുഞ്ഞുങ്ങള്, ആട്, കോഴി. പശുവിനെ ആടിനെ കറക്കണം, ചാണകം വാരണം. ഒരു പരാതിയും കൂടാതെ എല്ലാം ചെയ്യുമായിരുന്നു നന്ദന. എന്നാലും ഞാൻ വഴക്ക് പറയും, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. മറുത്തൊന്നും പറയാതെ എല്ലാം അവള് സഹിക്കും. നന്ദേച്ചിയോട് അമ്മയ്ക്ക് എന്തിനായിരുന്നു ദേഷ്യം? ഇന്ന് ആലോചിക്കുമ്പോ അതിനൊരു മറുപടി തരാൻ കഴിയുന്നില്ല. നന്ദനയുടെ മുന്നിൽ എന്റെ മക്കളുടെ സ്ഥാനം കുറഞ്ഞു പോവോ എന്നൊരു പേടി. അന്നൊരു പക്ഷേ മനസ്സിലങ്ങനെ തോന്നിക്കാണും. ശിവരാമേട്ടൻ അവൾക്ക് കൊടുത്തിരുന്ന സ്നേഹവും പരിഗണനയിലും എനിക്കുള്ള വിരോധത്തിന് കാരണമായി കാണും. കാരണം എന്തായാലും എന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാ അതൊക്കെ മനസ്സിലാവുന്നത്. നന്ദേച്ചി അതൊക്കെ മറന്നല്ലോ. അതാ അവളുടെ വലിപ്പം. അതിന്റെ മുന്നിലാ ഞാൻ തോറ്റുപോകുന്നത്. ഞാൻ കാരണം ഒരുപാട് കണ്ണുനീര് കുടിച്ചവളാ നന്ദന. അവസാനം അവളുടെ കൈ തന്നെ വേണ്ടി വന്നു എന്റെ കണ്ണീര് തുടയ്ക്കാൻ. നമ്മൾ മറന്നാലും ചില കണക്കുകൾ ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും. നമസ്കാരം. എക്സ്ക്യൂസ് മീ, യെസ്. നന്ദന ഓഫീസിലുണ്ടോ? ആ മാം ക്യാബിനിലുണ്ട്. ഓക്കെ. നമസ്കാരം. ആ നേരത്തെ വിളിച്ചപ്പോഴും ഇങ്ങോട്ട് വരാനാണെന്ന് വിചാരിച്ചില്ല. താൻ ജോലി തിരക്കിലാണോ? എങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. ഏയ് സാരമില്ല. കുടിക്കാൻ എന്താ പറയേണ്ടത്? ഒന്നും വേണ്ട. വീട്ടിലേക്കോ ഇല്ല, ഓഫീസിലേക്കെങ്കിലും സുപ്രിയെ കൊണ്ടുവരായിരുന്നു. ഒരു ദിവസം വരാം. ആ ദിവസം ഇനി എന്നാണോ ആവോ. ഇഷ്ടമുള്ളപ്പോ വന്നു. ഞാനിനി അക്കാര്യം മിണ്ടുന്നില്ല. വലിയ പത്രാസുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോട്ടെ, എന്തായിരുന്നു പറയാനുള്ളത്? സതിയാൻ്റെ ഞങ്ങളുടെ വീട്ടിലുള്ളവരെ അറിയാലോ. അമ്മാവൻ വീട്ടിൽ വന്നിരുന്നു. സതിയാൻ്റെയെ കണ്ടു. ഭാഗ്യത്തിന് സുപ്രിയയുടെ മുമ്പിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തെന്നാ സംസാരിച്ച്. എന്നാലും സുപ്രിയയുടെ മനസ്സിൽ എന്തോ ഒരു സംശയം കടന്നുകൂടിയിട്ടുണ്ട്. വല്ലതും പറഞ്ഞോ? ആന്റിക്ക് ഞങ്ങളുടെ വീട്ടിലുള്ളവരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് സുപ്രിയ ചോദിച്ചു. എന്നിട്ട് സതിയാൻ്റെക്ക് കാര്യം മനസ്സിലായി. സംശയം തോന്നാത്ത വിധത്തിലാ അവർ സംസാരിച്ചത്. ഇനി എപ്പോഴെങ്കിലും മനസ്സ് മാറിയിട്ട് ഫ്ലാഷ് ബാക്ക് മുഴുവൻ ആന്റി സുപ്രിയോട് പറയോ? അതിനു മുമ്പ് ഞാൻ അയാളോട് സംസാരിക്കുന്നതല്ലേ നല്ലത്. ഹലോ. ആ മഹേഷേ. മാഡം വീട്ടിലാണോ? അതെ. ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഇന്ന് ഇല്ല. എന്താ എന്താ ചോദിച്ചേ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് കാഴ്ച? നന്ദന മാഡത്തിനെ കാണാൻ ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. ഹരിപ്രസാദ്. ഓഫീസിലോ? അതെ, രണ്ടുപേരും ക്യാബിനിലുണ്ട്. കാർത്തിക മേഡം വരുന്നുണ്ടെങ്കിൽ ഈ രംഗം നേരിട്ട് കാണാം. ഇനിയിപ്പോ ഞാൻ ഒരുങ്ങി ഇറങ്ങി വരാൻ സമയമെടുക്കും. നല്ലൊരു ചാൻസ് ആണ്. ഈ അവസരം പാഴാക്കരുത്.
മഹേഷ് ഒരു കാര്യം ചെയ്യണം. നന്ദനെ ഹരിപ്രസാദും ഓഫീസിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ എടുക്കണം. പക്ഷേ ഞാനെങ്ങനെ? എങ്ങനെയായാലും വേണ്ടില്ല. വെറും ഫോട്ടോയല്ലാതെ വീഡിയോ ആയി കിട്ടിയാൽ ഏറ്റവും നന്നായി. അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യും വേണം. മാഡം, ഇങ്ങോട്ടൊന്നും പറയണ്ട. മഹേഷിന് അത്രയെങ്കിലും ചെയ്യാൻ കഴിയണം. മനസ്സിലായല്ലോ? നന്ദനയും ഹരിപ്രസാദും നമ്മുടെ ഓഫീസിലിരിക്കുന്ന ചിത്രം. തൊട്ടുരുമി നിൽക്കുന്ന പോസ് വല്ലതും കിട്ടിയാൽ നന്നായി. കൂടാതെ അവർ സംസാരിക്കുന്നതിന്റെ ഓഡിയോയും വേണം. എനിക്ക് വേണ്ടി മഹേഷ് എങ്ങനെയെങ്കിലും അത് ഒപ്പിക്കണം. എനിക്ക് വേണ്ടിയാണെന്ന് ഓർമ്മ വേണം. എങ്കിൽ സമയം കളയണ്ട, വേഗം ചെല്ല്. പിന്നെ ക്ലിയർ ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല. അതേസമയം സുപ്രിയയുടെ കാതില് എന്തൊക്കെയാ എത്തിയിട്ടുള്ളതെന്നറിയില്ല. എന്തെല്ലാമോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊരു ധാരണയില്ലാതെ തുറന്ന് സംസാരിക്കുന്നത് ഉദ്ദേശിച്ച ഫലം ചെയ്യോ? ചിലപ്പോ അത് നെഗറ്റീവായി തീർന്നാലോ? ആവശ്യമില്ലാത്ത വീർപ്പുമുട്ടലുകൾ അനുഭവിക്കാൻ വയ്യ. അതാ എന്റെ പ്രശ്നം, അതും വീട്ടിനുള്ളിൽ. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, എന്താ മഹേഷ്? ഇത് മാഡം വെരിഫൈ ചെയ്തിട്ടില്ല. മഹേഷ് അല്ലല്ലോ സാധാരണ ഫയലുമായി വരുന്നത്. ലക്ഷ്മിപ്രിയയുടെ കയ്യിൽ കൊടുത്തുവിട്ടാ പോരെ? ആ കുട്ടി അവിടെ കണ്ടില്ല. ഹലോ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ. സ്റ്റോക്ക് നോക്കിയിട്ടില്ല. അടുത്ത പർച്ചേസ് ആവട്ടെ. സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം. GSTയുടെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പഠിക്കണം. അതുകൊണ്ട് ഒരാഴ്ച സമയം വേണം. അപ്പോഴേക്കെല്ലാം റെഡിയാവും. ഓക്കെ, ശരി. ഫയൽ നോക്കിയിട്ട് വെച്ചാൽ മതി മാഡം. ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം. ശരി. കാർത്തിക മാഡം, പറഞ്ഞതുപോലെ ഫോൺ ഓൺ ചെയ്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, അവർക്ക് കാണാൻ പറ്റാത്തടത്താ വെച്ചിരിക്കുന്നേ. ആ ശരി.
അത്? എന്താ മഹേഷ്? അത് പിന്നെ എന്റെ പേന ഇവിടെ വെച്ച് മറന്നു. എന്നിട്ട് കിട്ടിയോ? ഇല്ല. മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പുറത്ത് നോക്ക്. അല്ല, ഞാൻ ഇവിടെയാ വെച്ചത്. എന്നിട്ട് കാണുന്നില്ലല്ലോ. വില കൂടിയ പേനയാണോ? ആ, നല്ല വിലയുള്ള സാധന. മഹേഷ് ഇരുന്നിടത്ത് എങ്ങനെ നോക്ക്. ഇവിടെ എങ്ങനെ വരാനാ? എവിടെ? അപ്പുറത്തുണ്ട്. ഒന്നും സൂചിപ്പിച്ചില്ലേ? ഏയ്, താൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയല്ലേ. മഹേഷ് ഹിന്റ് കൊടുത്ത് കാണും. ആ, വരുന്നുണ്ട്. എന്നിട്ട് എന്തായി പ്രശ്നം? വെറുതെ വിട്ടാ ശരിയാവില്ല. സീരിയസ് ആയ കാര്യമല്ലേ. നമ്മുടെ ഓഫീസിൽ ഇതൊക്കെ ആദ്യമായിട്ടാ. തനിക്ക് പോലീസിൽ അറിയിക്കാൻ പാടില്ലായിരുന്നു. പോട്ടേന്ന് വെച്ചിട്ടാ. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാ ആദ്യം വിളിക്കുന്നത് പോലീസിനെ ആയിരിക്കും. എന്താ നന്ദനെ? കാർത്തികച്ചോട് പറഞ്ഞില്ലേ? ഏയ്, താൻ വരട്ടെ എന്ന് വിചാരിച്ചു. ഓ, നമ്മുടെ ഓഫീസിലൊരു മോഷണം. അയ്യോ, ഇന്നലെ രാത്രിയിലോ? എന്നിട്ടെന്താ എന്നെ അറിയിക്കാതിരുന്നേ? രാത്രിയിലല്ല, ഇന്ന് പകൽ. ഈശ്വരാ, എന്നിട്ട് കള്ളനെ കിട്ടിയോ? ഇല്ല, ചില സൂചനകൾ കിട്ടി. എന്താ മോഷ്ടിച്ചത്? ഒരു ഫോൺ. ആ മഹേഷിന്റെ ഫോൺ ആരോ എടുത്തു മാറ്റി. അതും എന്റെ ഓഫീസിൽ വെച്ച്. നന്ദനയുടെ റൂമിൽ വെച്ചാണ് ഫോൺ മിസ്സായെന്ന് ആരാ പറഞ്ഞ്? മഹേഷ്. അയാൾ ഒരു ഫയലുമായി എന്റെ അടുത്ത് വന്നതാ. അപ്പൊ എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, ഹരിയേട്ടൻ. നമ്മുടെ ഹരിപ്രസാദോ? ആ, ഹരിയേട്ടന്റെ കൂടെ ഫ്രണ്ട് ഓഫീസിൽ വരെ പോയി ഞാൻ തിരിച്ചു വരുമ്പോഴുണ്ട് മഹേഷ് മുറിയിൽ തപ്പുന്നു. ചോദിച്ചപ്പോ ഒന്നുമില്ലാന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എന്നിട്ട്? ഫോൺ എന്റെ മേശയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? മഹേഷിന്റെ അടവാന്നാ എനിക്ക് തോന്നുന്നത്. വ്യക്തമായില്ല. കാര്യമുണ്ട്. മഹേഷിന്റെ ഫോണാ. ഇത് താനും ഹരിപ്രസാദും കൂടി ഓഫീസിലിരിക്കുന്ന ഫോട്ടോ അല്ലേ? ഇത് മാത്രമല്ല, ഓഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലിയർ അല്ല. എന്തു പറയുന്നു? താനും ഹരിപ്രസാദുമായുള്ള മീറ്റിംഗ് പകർത്തുക, അത് തന്നെ പർപ്പസ്. എന്നാലും മഹേഷ് ഇത്ര വൃത്തികെട്ടവനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് അയാൾക്ക് കണ്ട് രസിക്കാനല്ല, മറ്റാരെയോ കാണിക്കാനാ. യെസ്, അയാൾ മറ്റാർക്കോ വേണ്ടി ചെയ്ത ചാരപ്പണിയാണിത്. ഇവന്റെയൊക്കെ ഫോൺ കൈകൊണ്ട് തൊടാനേ പാടില്ല. അതങ്ങ് കൊടുക്കാതിരുന്ന എന്താ നന്ദനെ? അങ്ങനെ കൊടുത്താ മതിയോ? ഈ പദ്ധതിക്ക് പിന്നിലുള്ള ആളാരാന്നറിയണ്ടേ? ആരും കാണില്ലെന്നേ. മഹേഷിന് ഞരമ്പ് രോഗമാ. എന്തായാലും അയാളോട് ചോദിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വേണമെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാം.